അടുത്ത കാട്ടിൽ നിന്നൊരു സിംഹം എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. അവനോട് യുദ്ധം ചെയ്യാൻ ഞാനൊരു ഗുസ്തിക്കാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ യുദ്ധത്തിൽ ഗുസ്തിക്കാരന് ഒരു സഹായി വേണം. ശരു മതി. കേൾക്കട്ടെ, താനൊന്ന് അലറി നോക്ക്. ഇതേ നീർക്കോല് നെല്ലിക്ക കളിക്കുന്ന ശബ്ദമാ. വാ, അലർച്ച പഠിപ്പിക്കുന്ന ഒരാളെ നമുക്ക് കാണാം. പരമാവധി 3 കാര്യങ്ങളാണ് അലറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. വായ പരമാവധി തുറക്കണം, കണ്ണുകൾ അടയ്ക്കണം. എന്നാലേ അലർച്ചയിൽ പരമാവധി ശ്രദ്ധ കിട്ടും. അലറുന്നതിന് മുമ്പ് പരമാവധി ശ്വാസം ഉള്ളിലെടുക്കണം. അലറുമ്പോൾ അത് പരമാവധി ശക്തിയിൽ പുറത്തേക്ക് വിടണം. പലതരത്തിൽ അലറിക്കൊണ്ട് ഇതെല്ലാം പരമാവധി കാണിക്കാം. ശ്രദ്ധിച്ചോളൂ. പരമാവധി ശ്രദ്ധിക്കാം. പരമാവധി കടുവ പറഞ്ഞു തന്ന കാര്യങ്ങൾ തനിക്ക് ശരിക്കും മനസ്സിലായോ? ആയി, പക്ഷെ മറക്കുമോന്നാ പേടി. അതിനൊരു വഴിയുണ്ട്. ഇതൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കുക. അതേന്നേ, പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി മറ്റുള്ളവരെ പഠിപ്പിക്കലാ. എന്നാ പിന്നെ ഞാൻ തനിക്ക് പഠിപ്പിച്ചു തരാം. ആഹാ, കുറുക്കന്മാരെന്തിനാ അലറാൻ പഠിക്കുന്നത്? താൻ വേറെ വല്ലവരെ നോക്ക്. ശരി സൂത്ര, ഞാൻ പോകുന്ന വഴിക്ക് ഒരു അലർച്ച കേട്ടു. പരമാവധി ശ്വാസം എടുക്കാതെയാണ് അലർന്നതെന്ന് എനിക്ക് കേട്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ചെന്ന് അങ്ങേർക്ക് അലറാൻ വിശദമായി പഠിപ്പിച്ചു കൊടുത്തു. എല്ലാവരുടെയും മുന്നിൽ വെച്ച ഞാൻ പഠിപ്പിച്ചത് മൂപ്പർക്ക് വലിയ നാണക്കേടായി. നാണക്കേട് കാരണം ആ പാവ സ്ഥലം വിട്ടു. എടോ ദ്രോഹികളെ, സ്ഥലം വിട്ടതേ എന്റെ ഗുസ്തിക്കാരനാ. അത് നന്നായി. ചേട്ടാ, അതിനെന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ഓ, വൈദ്യരെ വിളിക്കാനായിരിക്കും. ചേട്ടാ, കല്ല് വീണ കാര്യം അറിഞ്ഞു. ഞാൻ വൈദ്യരെ വിളിക്കാം. അതൊന്നും വേണ്ട, വൈദ്യര് വന്നിട്ട് പോയി. പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? നന്നായി സംസാരിക്കുന്ന ഒരാളെ കിട്ടണം. അതെന്തിനാ? എന്റെ തലയിൽ കല്ല് വീണത് കൊണ്ട് മോന് ഷോക്കായി. വല്ലാതെ പേടിച്ചതാ. അവനെ ഒന്ന് സമാധാനിപ്പിക്കണം. വൈദ്യര് പറഞ്ഞിരുന്നു, ഏത് പ്രശ്നത്തിനും ഒരു നല്ല വശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം. ഞാൻ ആശ്വസിപ്പിച്ചാൽ മതിയോ? താനായാൽ ശരിയാവില്ല. വേറെ ആളെ നോക്ക്. ഓ, പണിയായി. ഷോക്ക്. ആ കല്ലെടുത്ത് പയ്യന്റെ തലയിലിട്ടാൽ മാറാവുന്ന ഷോക്കേ ഉള്ളൂ. എടോ, കടിയന്റെ തലയിൽ കല്ല് വീണു. എന്നിട്ടെന്താ തനിക്കൊരു സന്തോഷമില്ലാത്തത്? സംഭവം കണ്ട ആ മണ്ട മോൻ പേടിച്ചെന്ന്. അതിന്റെ നല്ല വശങ്ങളെ പറ്റി സംസാരിച്ച് സമാധാനിപ്പിക്കാൻ ഒരാളെ വേണമത്രേ. ഇതാണോ കാര്യം? പറ്റിയ ഒരാളുണ്ടോ? ആളെ കൊണ്ടുവരാം. താൻ അങ്ങോട്ട് ചെല്ല്. കുളമാവുമോ? ചേട്ടാ, ദേ അവരെത്തി. ഇതല്ലേ കല്ല്? അതെ. മോനെ, ദാ ഇതിന്റെ 2 വശം നല്ലതാ, സൈഡ് അത്ര പോരാ. ഇതാണോ സമാധാനിപ്പിക്കാൻ? നല്ല വശങ്ങളെ പറ്റി പറയാനല്ലേ പറഞ്ഞത്. ഇങ്ങനെ കല്ലുകളുടെ എക്സ്പെർട്ടാ. ഇപ്പൊ ശരിക്കും സമാധാനമായി. ഇനി ഞാനെന്നാ, നീ ഒളിച്ചോ? 1 2 3. സൂത്ര, എപ്പോഴും കളി തന്നെ കളി. വല്ല മുയലിനെയും പിടിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ അച്ഛൻ പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ടാണോ കളിച്ചു നടക്കുന്നത്? ഹായ്, സൂത്രനെ കണ്ടുപിടിച്ചേ. ശരു, കളിച്ചത് മതി. ഇനി ഗുഹയിൽ പോ. നീ പിന്നെയും ഇവിടെ ഇരിപ്പാണോ? പോയി മുയലിനെ പിടിക്ക. അല്ലെങ്കിൽ ഞാനും വരാം. ശരുവിന്റെ അമ്മ ഒന്ന് കാണണം. അതാ ശരു. ദേ, ശരു മുയലിനെ എറിഞ്ഞു പിടിക്കുക. കണ്ടു പഠിക്കടാ. ശരുവിന്റെ കൂടെ നീയും പ്രാക്ടീസ് ചെയ്യ. ഞാൻ പോയിട്ട് വരാം. അയ്യോ, കിട്ടിയോ? കിട്ടി. അവനെ ഏറ് കിട്ടി. ഇനി ഓടിക്കോ, അല്ലെങ്കിൽ നമുക്ക് ഏറ് കിട്ടും. ഇല കൊണ്ട് പന്തുണ്ടാക്കി എറിയുന്ന കളിയാ. ഈ മുയലുണ്ണി പഠിപ്പിച്ചതാ. സൂത്ര, ഈ അൽപ്പനും ജൽപ്പനും തമ്മിൽ എപ്പോഴും വഴക്കാം. ഗുഹയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ബഹളത്തോട് ബഹളം. ബഹളത്തോടോ? അതേത് തോട്? ആഹാ, എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. പരിഹാരം എന്താ? കളഞ്ഞു പോയോ കണ്ടെത്താൻ? ആഹാഹാ. ചേട്ടാ, ഒറ്റ മിനിറ്റ്. ശരു, താനിങ്ങ് വന്നേ. ഒരാൾ സീരിയസ് ആയി എന്തെങ്കിലും പറയുന്ന നേരത്താണോ തന്റെ ആഹാ? മണ്ടനാണെന്ന് വെച്ചാൽ എന്ത് വളിച്ച ചോക്ക് പറയാമെന്നാണോ? ഇനി വെണ്ടി പോകരുത്. ഓക്കെ, അപ്പൊ വഴക്കിന്റെ കാര്യം പറ. അത് പരിഹരിക്കാൻ എന്നേക്കാൾ നല്ലത് കാട്ടുമുത്തപ്പനാ. പുള്ളിക്കാരനാവുമ്പോൾ അതിനൊക്കെ അതിൻ്റെതായ രീതിയുണ്ട്. പക്ഷേ എനിക്ക് കാട്ടുമുത്തപ്പനെ അത്ര പരിചയമില്ല. നിങ്ങളൊന്ന് പറഞ്ഞാൽ. ഓക്കെ, ശരു കാട്ടുമുത്തപ്പനെ വിളിച്ച കാര്യം പറയും. അൽപ്പനും ജൽപ്പനും തമ്മിൽ ചേർച്ച വേണം. ഗുഹയിൽ ഇരിക്കാൻ പറ്റണം. അത്രേ വേണ്ടൂ. തനിക്ക് മനസ്സിലായോ? എന്താണോ മിണ്ടാത്തത്? താനല്ലേ പറഞ്ഞത് ഒരക്ഷരം മിണ്ടരുതെന്ന്. അതാ നല്ലത്. കാട്ടുമുത്തപ്പനോടായാലും അധികം സംസാരിച്ച് വെറുപ്പിക്കരുത്. മനസ്സിലായല്ലോ? അൽപ്പനും ജൽപ്പനും തമ്മിൽ ചേർച്ച വേണം ഗുഹയിൽ. മനസ്സിലായി. കടുവ വിളിച്ചാൽ ദേഹം മുഴുവൻ വരകൾ വരച്ചു വരുന്നവനെ. ശരു, ആവശ്യം ചുരുക്കി പെട്ടെന്ന് പറയാമോ? ഞാൻ അല്പം ബിസിയാ. എഴുതി തന്നാൽ അത്രയും നല്ലത്. അധികം സംസാരം വേണ്ടാന്ന് എന്നോടും സൂത്രം പറഞ്ഞു. എന്നാ പിന്നെ എഴുതി വെച്ചോ. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വന്ന് വാങ്ങിക്കോളാം. പേര്, സ്ഥലം, ആവശ്യം ഈ ക്രമത്തിൽ ചുരുക്കി എഴുതണം. താൻ എന്താണോ കാട്ടുമുത്തപ്പനോട് ചോദിച്ചത്?
ചോദിച്ചില്ല, എഴുതി കൊടുത്തു. അല്പം ചെൽപ്പം ഗുഹയിൽ ചോർച്ച എല്ലാം എഴുതി. എന്താ എഴുതിയത്? കയ്യിലുണ്ടോ? ഉണ്ട്. മുത്തപ്പൻ വായിച്ചിട്ട് തിരിച്ചു തന്നു. ആ, വെറുതെ അല്ല ഗുഹ മുഴുവൻ ചോർന്നൊലിക്കുന്നത്. ചോർന്നൊലിച്ചോ? അതെങ്ങനെ? എഴുതി കൊടുത്തത് മുത്തപ്പൻ ചെയ്തു തന്നു, അത്ര തന്നെ. ദാ നോക്ക്. പേര് അല്പൻ ജൽപ്പൻ, സ്ഥലം ഗുഹ, ആവശ്യം ചോർച്ച. ചോർച്ച എങ്ങനെയാ സംഭവിച്ചത്? ഒരാന വന്നപ്പോൾ പിടിക്കാൻ ചാടിയതാ, തല ആനക്കൊമ്പിൽ ഇടിച്ചു. ഭാഗ്യം, ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. ആനയേക്കാൾ വലുത് എന്തോന്ന് വരാൻ. തല ഇടിച്ചതിന് ശേഷം ഒരു കുഴപ്പം, രുചിയും മണവും തിരിച്ചറിയാൻ പറ്റുന്നില്ല. മുയലിനെ വായിലിട്ട് ചവച്ചാൽ പഞ്ഞി ചവയ്ക്കുന്നത് പോലെയാ. അയ്യോടാ കഷ്ടം. ഇറച്ചി പച്ചയ്ക്ക് നിന്നാൽ മരക്കഷ്ണം തിന്നുന്നത് പോലെ, വേവിച്ചത് നിന്നാൽ കളിമണ്ണ് ചവയ്ക്കുന്നത് പോലെ. അരച്ച ജ്യൂസ് പോലെ കഴിച്ചു നോക്ക് ചേട്ടാ. അതും നോക്കി അന്നേരം മരപ്പശ വാലൊഴിച്ചതുപോലെ. ഇവനൊക്കെ അങ്ങനെ തന്നെ വരണം. നിങ്ങളൊരു കാര്യം ചെയ്യ, ആ മൂങ്ങാവൈദ്യരെ വിളിച്ചോണ്ട് വാ. ദേ വരുന്നു പണി. 2.5 എലിയുടെ ഇറച്ചി പോത്ത് കുളിച്ച വെള്ളത്തിൽ അരച്ചു ചേർത്ത് ഒരാഴ്ച കഴിക്കണം. ഒരാഴ്ച കഴിഞ്ഞാൽ മരുന്ന് നിർത്താവൂ. മരുന്ന് ഞാൻ കൊണ്ടുവരണോ? വേണ്ട, ഇവന്മാര് ശരിയാക്കിക്കോളും. ചേട്ടാ, എലി ഇഷ്ടം പോലെ ആ മാളത്തിലുണ്ട്, ആവശ്യത്തിന് പിടിച്ചോ. ചേട്ടാ, മരുന്ന് റെഡി. എലിയിറച്ചിക്ക് പകരം മരപ്പശ ചേർത്താ കൊടുത്തത്, മണ്ടൻ അറിഞ്ഞില്ല. ഇറച്ചി അരച്ചതും മരപ്പശയും മൂപ്പർക്ക് ഒരുപോലെയല്ലേ. മരുന്ന് ഇനിയും വേണം, ദിവസം ശല്യം. ഇറച്ചിക്ക് പകരം മരപ്പശ, ഹമ്പടാ, പറ്റിക്കാൻ നോക്കുന്നു. ചതിച്ചോ? ഒറ്റ ദിവസത്തെ മരുന്ന് കൊണ്ട് രുചി തിരിച്ചു കിട്ടി. മരുന്ന്. ഇന്നലെ ആ ആന പിന്നെയും വന്നടോ. തല രണ്ടാമത് മാനക്കൊമ്പിൽ ഇടിച്ചപ്പോഴാ രുചി തിരിച്ചു കിട്ടിയത്. ഞാൻ അടുത്ത കാട്ടിൽ നിന്നാ. എനിക്കിവിടെ ഒരു ജോലി കിട്ടുമോ? ജോലിയോ? അച്ഛൻ പറഞ്ഞിരുന്നു പുതിയ കാട്ടിലെത്തിയാൽ ജോലി ചെയ്ത് ജീവിക്കണമെന്ന്. ഇത് പുതിയ കാടല്ല, പഴയ കാടാ. ആരെങ്കിലും സഹായിച്ചോ മറ്റോ ഞാൻ ജോലി ചെയ്തോളാം, എന്നിട്ട് അവർ തരുന്നത് തിന്ന് ജീവിച്ചോളാം. പൊതുവെ അങ്ങനെ ഒരു പരിപാടി ഈ കാട്ടിലില്ല. എന്നാലും നിങ്ങളൊന്ന് ശ്രമിച്ചാൽ. ഓക്കെ, ശ്രമിക്കാം. തക്കിടതും തരികിടതും. എന്താ ഇത്? സന്തോഷം വന്നാൽ ഞാൻ ഇങ്ങനെയാ ഡാൻസ് കളിക്കും. അത് അച്ഛൻ പറഞ്ഞിട്ടാണോ? തന്റെ ഡാൻസ് കണ്ടപ്പോ എനിക്കൊരു ഐഡിയ. സന്തോഷം വന്നാൽ ഇനി നമുക്കും ഡാൻസ് കളിക്കാമെന്നല്ലേ? അല്ലടോ, കടിയന്റെ മോനെ ഡാൻസ് പഠിപ്പിക്കുന്ന ജോലി കിട്ടുമോന്ന് നോക്കാം. ആർട്ട് പരിപാടിയൊക്കെ പഠിപ്പിക്കാൻ ആളെ കിട്ടുമോന്ന് ചോദിച്ചിരുന്നു. ഡാൻസ് ഒരു ആർട്ടാണല്ലോ. ശരിയാ, ആട്ടവും പാട്ടും എന്ന് കേട്ടിട്ടുണ്ട്. അത് ആട്ടമല്ല, ആട്ടം എന്നാ. ഹയ്യടാ, അപ്പൊ എനിക്ക് ജോലി കിട്ടും. തക്കിടതിം തരികിടതിം. ദേ പിന്നെയും തരികിട. മോനെ ഡാൻസ് പഠിപ്പിക്കും. മിടുക്കന ഒരു ജോലി. ഡാൻസ് ഒക്കെ പിന്നെ മതി, തൽക്കാലം ഇവിടെ സഹായത്തിന് നിൽക്കട്ടെ. ഹായ്, നിൽക്കാം. തക്കിടതിം തരികിടതിം. കേട്ടാ, ഓടിക്കോ. ഡാൻസ് തരികിടയല്ലേ അത്? 10 മുട്ട പാത്രത്തിലാക്കി തന്നിട്ട് അപ്പൂപ്പന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ആ മുട്ട പൊട്ടി. എങ്ങനെ? ആദ്യമായിട്ട് ഒരു കാര്യം ഏൽപ്പിച്ചതിന്റെ സന്തോഷത്തിന് ഒന്ന് ഡാൻസ് ചെയ്തതാ. മുട്ടപാത്രം തലയിലുള്ള കാര്യം ഓർത്തില്ല. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഓക്കെ, ബൈ ബൈ. ശരു, വാ, പണിയുണ്ട്. എന്താ പരിപാടി? ഒരു വേഷം കെട്ടണം. എന്ത് വേഷം? കാണിച്ചു തരാം. താനൊരു കുരങ്ങിന്റെ കഥ കേട്ടിട്ടുണ്ടോ? മിടുമിടുക്കനായിരുന്നു. ഒറ്റ ചാട്ടത്തിന് ഒരു കടലിന്റെ അപ്പുറത്തെത്തി. അന്നേരം ഒരു രാജാവ് കുരങ്ങന്റെ വാലിന് തീ കൊളുത്തി. കുരങ്ങൻ ചാടി നടന്ന ആ നാട് മുഴുവൻ കത്തിച്ചു. അമ്പട കേമാ, ഞാൻ ഈ കഥ കേട്ടിട്ടില്ല. ഈ കഥ കേൾക്കാത്ത വേറെ ആരും കാട്ടിലില്ല. ഞാൻ ആ കുരങ്ങിന്റെ വേഷം കെട്ടാൻ പോവുകയാ. കടൽ ചാടിയ കുരങ്ങൻ കാട്ടിൽ. അത് കേട്ട മാനും മുയലുമൊക്കെ കാണാൻ വരും. പിന്നത്തെ കാര്യം പറയണോ? പറയണ്ട. ഈ ഉണക്കപ്പുല്ല് വെച്ച് കെട്ടിയത് നല്ല ഒറിജിനൽ ആയിട്ടുണ്ട്. ഇത് വായ. എങ്ങനെയുണ്ട്? നല്ല ഒറിജിനാലിറ്റി ഇല്ലേ? എന്താ ഒരു കരിഞ്ഞ മണം? എന്താ അപ്പൂപ്പാ, സത്യമായിട്ട് ഞാൻ വാല് മാത്രമേ കത്തിച്ചുള്ളൂ ഒരു ഒറിജിനാലിറ്റിക്ക്. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ശരു, വാ, പണിയുണ്ട്. എന്താ പരിപാടി? ഒരു വേഷം കെട്ടണം. എന്ത് വേഷം? കാണിച്ചു തരാം. താനൊരു കുരങ്ങിന്റെ കഥ കേട്ടിട്ടുണ്ടോ? മിടുമിടുക്കനായിരുന്നു. ഒറ്റ ചാട്ടത്തിന് ഒരു കടലിന്റെ അപ്പുറത്തെത്തി. അന്നേരം ഒരു രാജാവ് കുരങ്ങന്റെ വാലിന് തീ കൊളുത്തി. കുരങ്ങൻ ചാടി നടന്ന ആ നാട് മുഴുവൻ കത്തിച്ചു. അമ്പട കേമാ, ഞാൻ ഈ കഥ കേട്ടിട്ടില്ല. ഈ കഥ കേൾക്കാത്ത വേറെ ആരും കാട്ടിലില്ല. ഞാൻ ആ കുരങ്ങിന്റെ വേഷം കെട്ടാൻ പോവുകയാ. കടൽ ചാടിയ കുരങ്ങൻ കാട്ടിൽ. അത് കേട്ട മാനും മുയലുമൊക്കെ കാണാൻ വരും. പിന്നത്തെ കാര്യം പറയണോ? പറയണ്ട. ഈ ഉണക്കപ്പുല്ല് വെച്ച് കെട്ടിയത് നല്ല ഒറിജിനൽ ആയിട്ടുണ്ട്. ഇത് വായ. എങ്ങനെയുണ്ട്? നല്ല ഒറിജിനാലിറ്റി ഇല്ലേ? എന്താ ഒരു കരിഞ്ഞ മണം? എന്താ അപ്പൂപ്പാ, സത്യമായിട്ട് ഞാൻ വാല് മാത്രമേ കത്തിച്ചുള്ളൂ ഒരു ഒറിജിനാലിറ്റിക്ക്. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. കുട്ടികൾ നീന്താൻ പഠിക്കണം, അത് അത്യാവശ്യമാ. നീന്താനോ? വെള്ളത്തിലാണോ? നീന്തൽ വെള്ളത്തിലല്ലാതെ പിന്നെ ആകാശത്താണോ? എനിക്ക് വെള്ളം പേടിയാ, മുങ്ങിപ്പോവും. മുങ്ങാതിരിക്കാൻ വഴിയുണ്ട്, വയറിൽ വള്ളി കെട്ടും.
ഷേരു ഒളിച്ചിരിക്കണ്ട. ഷേരുവിനെ പഠിപ്പിക്കാൻ ഷേരുവിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. നമ്മള് മുങ്ങി ചാവുമോ സൂത്ര? പേടിക്കണ്ട, വള്ളിയിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. നന്നായി തുഴഞ്ഞോ. ഇനി ഷേരു, ശരിക്കും തുഴയി ഷേരു. ഇനി നാളെ ആവാം. ഇത് നല്ല രസമാ സൂത്ര. ഞാനൊരു കുട്ടിയെ നീന്താൻ പഠിപ്പിച്ചു. ആരെ? തടാകത്തിന്റെ കരയിലിരുന്ന കുട്ടിയാ. വള്ളി കെട്ടി വെള്ളത്തിലിട്ടു. പക്ഷെ വള്ളി കയ്യിന്ന് പോയി. പറ, ആരാ എന്റെ മോനോട് ഇത് ചെയ്തതെന്ന്? ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഓക്കെ, ബൈ ബൈ. കാട്ടിലെ പാഴ്മരച്ചോട്ടിൽ നിന്ന് കാട്ടുകോഴിക്കാല് തിന്നവന്. മിണ്ടാൻ പറ്റുന്നില്ലല്ലോ. തേങ്ങ തലയിൽ വീണാൽ ഒച്ച അടയുമോ? എന്റെ ഒച്ച പോയേ. എന്താ സൂത്ര, എന്തു പറ്റി? അയ്യോ, മിണ്ടാൻ വയ്യേ. ആവൂ, മണ്ടൻ അത്രയും മനസ്സിലായി. മനസ്സിലായി, തേങ്ങ അല്ലേ തേങ്ങ. ആവൂ, അപ്പൊ ഇവന് ബുദ്ധിയുണ്ട്. മൂങ്ങാവിതരെ കൊണ്ടുവരാൻ ശേരിനോട് പറയണം. തേങ്ങ വേണമെന്നല്ലേ താൻ പറഞ്ഞത്? ഓ, തനിക്ക് ഒരു കുല തേങ്ങ വേണമെന്ന് ഞാൻ അറിഞ്ഞില്ല സൂത്ര.